ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തൊരുന്ന മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നമ്മുടെ ശിവേട്ടനും ഗംഗേട്ടനും രാജു എല്ലായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ബബിതയുടെയും രോഹിത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, അവരെന്നും ഇങ്ങനെ നിർത്തിയേക്കാനാണോ ശിവേട്ടൻ്റെ ഉദ്ദേശം, അവർ തിരിച്ച് അങ്ങോട്ടാക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അതല്ല അതിൻ്റെ ശരി, അവർ ബാലചന്ദ്രൻ്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് ഗംഗേട്ടൻ അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ ബബിതയും രോഹിത്തിനെ വിളിച്ച് അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണ് വീട്ടിൽ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുക. ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, അവിടെ അച്ഛൻ്റെ ദത്തുപുത്രി ഇല്ലേ, ദത്തുപുത്രി അല്ലല്ലോ, ഇപ്പോൾ സ്വന്തം പുത്രിയാണല്ലോ. അപ്പോൾ അവളുടെ കീഴിൽ ഞങ്ങൾ പോകുന്നില്ല, അവളവിടെ മഹാറാണിയായിട്ട് ജീവിക്കട്ടെ, ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ അവസ്ഥ വരാനായിട്ട് കാരണം അവളാണെന്നൊക്കെ ബബിത പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കണം, അതെങ്ങനെയാണ് ബബിത അങ്ങനെ സംഭവിക്കുന്നത്, അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ടല്ലേ അമ്മ പോയത്, അന്ന് രാത്രി 1:30 മണിക്ക് ഈ അപകടം സംഭവിച്ചത്, അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലായത് എല്ലാം അവൾ ഒറ്റൊരുത്തി കാരണമാണ്, അമ്മയ്ക്ക് അവളെ ആദ്യമേ ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് അവളോട് വെറുപ്പാണെന്ന് ബബിത പറയുകയാണ്. അങ്ങനെ ഒരാളെ ചുമ്മാ വെറുക്കേണ്ട ആവശ്യം എന്താണ്, അവൾ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അവൾ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടില്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് അവളെ വെറുക്കുന്നത്, അതെനിക്കറിയില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശിവനോട് ഗംഗേട്ടൻ ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് ശിവ, നീയല്ലേ ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്, എന്താണ് നിൻ്റെ തീരുമാനം, എനിക്ക് ഇവരെ എന്ന് നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പൊന്നുമില്ല, അവർ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങ് പോട്ടെ, അതാണ് അവരുടെ വീട്, എനിക്കെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ബബിതയ്ക്ക് രോഹിത്തിന് ദേഷ്യം വരികയാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അത് അന്നത്തെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കൊണ്ടുവന്നതാണ്, ഇപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾ തിരിച്ച് അവിടെ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ നിങ്ങളുടെ അച്ഛനും വൈജ നിങ്ങളുടെ അമ്മയാണ്, അപ്പോൾ അലീനെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് കണ്ട് അവിടെ തുടരണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ബബിത രോഹിത്ത് അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് ഗംഗാധരന് ശിവൻ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്, അപ്പോൾ ഇപ്പോൾ അവരുടെ ജീവിതം എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല, അപ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം, ഇപ്പോൾ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അവരുടെ മനസ്സ് മാറാവുന്നതാണ്, ചിലപ്പോൾ വല്ല പ്രേമക്കുഴിയിലോ കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും അപകടത്തിലൊക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്, അപ്പോൾ എപ്പോഴും അവരുടെ ഒരു ശ്രദ്ധ വേണമെന്നൊക്കെ ഗംഗേട്ടൻ പറയുകയാണ്. അത് കഴിഞ്ഞ് കമല കുട്ടികളെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ തീരുമാനം ചോദിക്കുകയാണ്. അത് ശിവനങ്കിൾ പറഞ്ഞ കേട്ടില്ലേ, ഞങ്ങൾ പൊയ്ക്കൊള്ളണമെന്നാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ബബിത രോഹിത്ത് ചോദിക്കുകയാണ്. ഞാൻ ഏതായാലും നിങ്ങളോട് പൊയ്ക്കൊള്ളണം എന്ന് പറയുന്നില്ലല്ലോ, നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് 4-5 മാസം ഇവിടെ നിൽക്കാമല്ലോ, എന്നിട്ട് വൈജ വന്ന ശേഷം എന്തായാലും അവളുടെ അടുത്ത് പോകില്ല, ഒരു വീട് എടുത്തിട്ട് അങ്ങോട്ടേക്കായിരിക്കും താമസമാകുന്നത്, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ച് നിൽക്കുമെന്നും അതുവരെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് കമല. അത് കഴിഞ്ഞ് ഗംഗാധരൻ നീലഗിരിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇവിടെ യാത്ര പറഞ്ഞിറങ്ങുകയാണ്, അമ്മയോട് യാത്ര പറയുകയാണ്. എന്നിട്ട് ശിവനെയും രാജീനെയും വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, ബബിത രോഹിത്തിനെ എങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തായിട്ട് ആക്കണമെന്നൊക്കെ പറയുകയാണ്. ഞാൻ എന്തായാലും ബാലചന്ദ്രനെ കണ്ടിട്ടേ പോവുള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, എന്തായാലും അലീനെ അവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ, വൈജയന്തി ഒരു നടക്ക് പോകില്ലല്ലോ, അലീനെ കുറ്റപ്പെടുത്തി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ വീണ്ടും പ്രശ്നമാകും, എപ്പോഴെപ്പോഴും നമുക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ അലീനെ അവിടെ നിന്ന് മാറ്റാനുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ്. മാത്രമല്ല അപ്പോൾ ശിവന് രാജ്യം പറയുകയാണ്, എന്തായാലും ഗംഗേട്ട ഇപ്പം പോകണ്ടായിരുന്നു, വൈജയന്തി ഡിസ്ചാർജ് വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പായിട്ട് പോയാൽ മതി, ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ലീവ് തീരാറായി, ഈ ആഴ്ച തന്നെ പോകണമെന്നും പറയുകയാണ്. എനിക്ക് അവിടെ നീലഗിരി പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്നും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാമെന്നൊക്കെ ഗംഗേട്ടൻ പറയുകയാണ്. എന്നിട്ട് മനുവും ഗംഗാധരനും കൂടി അങ്ങ് കടപ്പാട്ടൂർ വീട്ടിലോട്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ മനുവും ഗംഗാധരനും അവിടെ എത്തുകയാണ്. അപ്പോൾ ഗംഗാധരൻ ബാലചന്ദ്രനെ കാണാൻ നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ താഴെ അലീനയും മനുവും പിന്നെ കൃഷ്ണജിയുണ്ട്. അപ്പോൾ കൃഷ്ണജി എന്തോ പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു പറയാം, കൃഷ്ണ നീ ചെന്ന് പഠിക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്ന മനുവേട്ടന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്, ആ ചായ എടുക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് മനുവും അലീനയും കൂടി അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അലീന ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മനുവേട്ടൻ ഇത്രയും ദിവസം വരാത്ത എന്തേന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നെ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ഓർക്കാതിരിക്കുക, എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നെ ഇഷ്ടമാണ് അല്ലേ എന്ന് മനു ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, അതെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കൃഷ്ണജ കയറി വരികയാണ്. അപ്പോൾ കൃഷ്ണജ മനസ്സിലാവുകയാണ് ഇവർ തമ്മിൽ ഇഷ്ടമാണ്, എന്തോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. അപ്പോൾ കൃഷ്ണജ ഓടി വന്നിട്ട് അലീനെ
കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി ഒരു സംസാരം എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. കൃഷ്ണജി ഒന്നുമില്ല, ഞാൻ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ വന്ന ബുദ്ധിമുട്ടായിട്ടോ, നീ എന്തിനാണ് ഇപ്പോൾ കയറി വന്നതെന്ന് മനു ചോദിക്കുകയാണ്. അപ്പോൾ അലീന ചിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണജി പറയും, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട, എന്തായാലും ഞാൻ അങ്ങോട്ട് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, കമലാൻ്റിയുടെ അടുത്തോട്ട് വിട്ടുകൊടുത്താലും മതി എന്നൊക്കെ പറയുകയാണ്. അലീന ചേച്ചി കൊല വിളിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ മനു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് മുകളിൽ ഗംഗാധരനും ബാലചന്ദ്രനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ ഇനി എന്താണ് നിൻ്റെ നീക്കങ്ങൾ, അപ്പോൾ വൈജ ഇനി ദ്രോഹിക്കാനാണോ ഉദ്ദേശം ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ദ്രോഹിച്ചെന്നാണോ നിങ്ങൾ പറയും, എന്നെയല്ല അവൾ ദ്രോഹിച്ചത്, ഞാൻ എന്തുമാത്രം പീഡനങ്ങളാണ് സഹിച്ചത്, അവൾക്കാണ് എന്നെ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടായെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ ബാലചന്ദ്രൻ, ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ചോദിക്കുകയാണ്. ഞാൻ അവളെ മാക്സിമം ഞാൻ പ്രകോപിതയാക്കും, അവളെ ദേഷ്യം പിടിപ്പിക്കും, എനിക്ക് അത് കാണണം, 23 വർഷമാണ് ഞാൻ ചതിക്കപ്പെട്ട് ജീവിച്ചത്, അപ്പോൾ അതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ പ്രതികാരം വെച്ചുകൊണ്ട് നടന്ന നിങ്ങളുടെ കുടുംബജീവിതം ഇല്ലാതാകില്ലേ ബാലചന്ദ്ര എന്ന് ഗംഗയേട്ടൻ ചോദിക്കുകയാണ്. ഇല്ലാതാകട്ടെ, എനിക്ക് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കുടുംബജീവിതം അല്ല നിൻ്റെ ബിസിനസ് എല്ലാം തകരില്ലേ. അപ്പോൾ ഈ ഒരു മനോഭാവത്തിൽ പോകുന്നെങ്കിൽ അപ്പോൾ മക്കൾക്ക് വേണ്ടിയെങ്കിലും ആ ഒരു മനോഭാവം എല്ലാം മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുമെന്നൊക്കെ പറയുകയാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചോളാം, പക്ഷേ വൈജ അങ്ങനെ ആയിരിക്കില്ലല്ലോ, അവളങ്ങ് പ്രതികാരത്തിൻ്റെ അങ്ങ് അറ്റം കൊടുമുടി വരെ പോവുകയില്ലേ, അപ്പോൾ അതിൻ്റെ നെറുകയിൽ എനിക്ക് എത്തണ്ടേ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിൽ ഇനിയും കടുത്ത മത്സരങ്ങൾ ആരംഭിക്കാനാണോ പോകുന്നത്, വേണ്ടി വന്നാൽ അങ്ങനെ തന്നെയാണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ മാത്രമേ ഞാൻ തിരിച്ച് അവളോട് പ്രതികരിക്കുകയുള്ളൂ. പ്രതികരിക്കുമെന്നുള്ള നല്ല രീതിയിലുള്ള പ്രതികരണമായിരിക്കും, അവൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ഞാൻ മുന്നോട്ട് പോകുമെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അതിനൊന്നും ഉത്തരമില്ലാതെ ഗംഗാധരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങ് നീലഗിരിക്ക് പോവുകയാണ്, യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പോവുകയാണല്ലേ, അപ്പോൾ ഇനിയും സഹോദരിയുടെ സ്വഭാവം അറിയാമല്ലോ, അപ്പോൾ ഇനിയും പെട്ടെന്ന് വരേണ്ടി വരുമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടിയൊന്നും ഗംഗാധരൻ പറയുന്നില്ല, എന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, ഇവിടെ അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ്. അലീന അന്യൊന്നും അല്ലല്ലോ, നിങ്ങളുടെ സഹോദരിയുടെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്